ഹായ് ഹലോ ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നമ്മൾ റീഡിംഗ് ഇട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി പേരുടെ മെസ്സേജും കണ്ടു. പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനൊരു മറുപടി ആയിട്ടാണ് നമ്മൾ റീഡിംഗ് എടുക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുവാനായിട്ട് എടുക്കുന്ന സമയം, ഇന്നത്തെ റീഡിങ്ങിന് മറുപടി ആയിട്ടാണ് കാർഡ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാർഡ് ഷഫിൾ ചെയ്യുകയാണ്. ആർക്കൊക്കെയാണ് റെസിനേറ്റ് ആവുക വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം കേട്ടോ. അപ്പോൾ ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങൾക്ക് ഏത് കാർഡാണോ അട്രാക്റ്റീവായിട്ട് തോന്നുന്നേ ആ കാർഡ്സിനെ സ്വീകരിക്കാം. ആ ഡേറ്റ് ആണോ എന്താണോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അനുസരിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, അതനുസരിച്ച് മാനിഫെസ്റ്റ് ചെയ്യാം. ആ ഡേറ്റ് വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ കാർഡ് എടുക്കുകയാണ്. അപ് ടു നെക്സ്റ്റ് ഓഗസ്റ്റ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇൻ 23 ഡേയ്സ് കിട്ടിയിട്ടുണ്ട്. ഇൻ 25 ഡേയ്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാം. അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. വിത്തിൻ 3 മന്ത്സ്. ഇന്നത്തെ എനർജി വെച്ചിട്ടാണ് ഈ കാർഡ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം കേട്ടോ. അപ്പോൾ 4 കാർഡ് വെച്ചിട്ടുണ്ട്. ഈ കാർഡുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇനി ടാറോ കാർഡ് നോക്കുന്നേ. ഓക്കെ, കുറച്ച് ഫാസ്റ്റായിട്ട് പോവാണ്. റീഡിങ്സ് കുറച്ചധികം ഉണ്ട്, അതുകൊണ്ട് ഓക്കെ നമ്മൾ ടൈമൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് ഒത്തിരി പേർക്ക് ഡെയിലി റീഡിങ് വേണമെന്ന് പറയുന്നുണ്ട്. ചില ദിവസം എനിക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമായിരിക്കും, അപ്പോൾ ഇടാൻ പറ്റില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. കാർഡ് ഷഫിൾ ചെയ്യാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. വോയിസൊക്കെ നല്ല ക്രാക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ഓഗസ്റ്റ് എന്ന് കിട്ടിയില്ലേ? അപ് ടു നെക്സ്റ്റ് ഓഗസ്റ്റ് എന്ന് കിട്ടിയ കാർഡിൻ്റെ മേലെയാണ് ഞാൻ അത് വെക്കുന്നത്. സെക്കൻഡ് കാർഡും വെക്കുന്നു, തേർഡ് കാർഡും വെക്കുന്നു. ഈ റീഡിങ് ഈ കാർഡിനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക്, അട്രാക്ട് ചെയ്തിട്ടുള്ളതാണ്. സെക്കൻഡ് കാർഡിലേക്ക് വെക്കുന്നു. മൂന്ന് കാർഡ് വെക്കുകയാണ്. ടവർ റിവേഴ്സ് ആണ്. എയ്റ്റ് ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് ആണ്. സൺ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. വീൽ ഓഫ് ഫോർച്യൂൺ, ഹാങ്ഡ് മാൻ, നൈറ്റ് ഓഫ് കപ്സ്. ഇങ്ങനെയാണ് ഇന്ന് റീഡിംഗ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാർഡ് നോക്കുകയാണ്. അപ് ടു നെക്സ്റ്റ് ഓഗസ്റ്റ് ഈ കാർഡ് അട്രാക്റ്റ് ചെയ്തവർക്ക് ഈ 3 കാർഡിൻ്റെ മീനിങ് പറയുകയാണ്. അപ്പം ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന കംപ്ലീഷനെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്ന സന്തോഷ നിമിഷത്തെയാണ് കാണിക്കുന്നത്. ആ ഓഗസ്റ്റ് സമയം, അതിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ്. എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് റീഡിംഗ് കാണുന്ന നിമിഷം ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു. ജോയ്ഫുൾ, സന്തോഷമാണ് കാണിക്കുന്നത്, കംപ്ലീഷനാണ് കാണിക്കുന്നത്. ആഗ്രഹിച്ച നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നു മുതൽ നിങ്ങൾ എഴുതേണ്ട കാര്യം 21 ടൈംസ് എഴുതി പോവുക. ഒരു ബുക്ക് വാങ്ങുക, ഗ്രീൻ ഇങ്ക് പെന്ന് വാങ്ങുക. എന്താണ് നിങ്ങൾക്ക് ആവശ്യം ആ ആഗ്രഹത്തെ എഴുതുക. 21 ടൈംസ് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം സ്വീകരിക്കാം. ഈ ഓഗസ്റ്റ് എന്നുള്ള ഡേറ്റും വെച്ചിട്ട് എഴുതാം കേട്ടോ. ഇവിടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട്. ഈ റീഡിംഗ് കാണുന്ന വ്യക്തികൾ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യമാണ് മനസ്സിൽ ചിന്തിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള റീഡിംഗ് തന്നെയാണ്. ഇവിടെ ഫിനാൻഷ്യൽ ലോസ് വന്നപ്പോൾ നിങ്ങൾക്ക് വന്ന ഹെൽത്ത് ഇഷ്യൂസിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, സാഹചര്യം വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സാധ്യതയാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ്.
അപ്പോൾ ആ ഡോർ ഓപ്പൺ ചെയ്യുക. നിങ്ങളിലേക്ക് വരുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യൂണിവേഴ്സിലാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ എത്തുന്നു. വേൾഡ് കാർഡും ഏസ് ഓഫ് വാൻസ് കാർഡും 5 ഓഫ് പെൻറ്റക്കിളും നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സമയത്തിൽ നിന്നും നിങ്ങൾക്കുള്ള മാറ്റത്തെയാണ് കാണിക്കുന്നത്. ന്യൂ ഐഡിയ നിങ്ങൾ കൊണ്ടുവരിക. അതിലൂടെ നിങ്ങൾക്ക് വരുന്ന പുരോഗതി യൂണിവേഴ്സ് കാണിച്ചു തരാണ്. മാനിഫെസ്റ്റിംഗ് എനിത്തിങ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാവാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത കാർഡ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഉള്ള റീഡിങ് എടുക്കുകയാണ്. ഇൻ 23 ഡേയ്സ് എന്ന കാർഡിനെ അട്രാക്റ്റ് ചെയ്തവർക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്ന് പറയുന്നത് 4 ഓഫ് പെൻറ്റക്കിളാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന സമ്പാദ്യത്തെ കാണിക്കുന്നുണ്ട്. ആ സമ്പാദ്യത്തെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമ്പാദിക്കുന്നത്? ഇവിടെ റെസ്പോൺസിബിലിറ്റിയാണ് കാണിക്കുന്നത്. ബാക്കിൽ കാണുന്നത് ഒരു സാമ്രാജ്യമാണ്. അത് നിങ്ങളുടെ ഫാമിലി ആവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർക്കും ഉള്ളത്. പക്ഷേ ഇവിടെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മിസ് ചെയ്തതായിട്ട് കാണിക്കുന്നു. മിസ്സിങ് എനർജി കാണിക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ ഇതോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ കരിയർ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നിങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ ഗ്രൂപ്പായിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. കുറച്ച് പേര് ഒരുമിച്ച് ലിസണിങ് ആൻഡ് ഷെയറിങ് എന്നുള്ള എനർജിയാണ്. കുറച്ച് പേര് ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് കാണിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് വരുന്ന നേട്ടത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്. പെൻറ്റക്കിൾസ് നേടാനായിട്ട് കുറച്ച് പേര് ഒരുമിച്ച്, 1-2 പേര് അല്ലെങ്കിൽ ഒരുമിച്ച് ബിസിനസ് ആവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രവൃത്തി അത് നിങ്ങളിലേക്ക് നേട്ടം കൊണ്ടുവരുന്നു എന്നാണ്. അപ്പോൾ എല്ലാവരും ട്രസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ഗ്രൂപ്പിൽ ഒരാൾ മോശമായാൽ മതി, മൊത്തം ഗ്രൂപ്പ് പ്രശ്നത്തിലാവും. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ യൂണിവേഴ്സ് പറയുന്നു. അതോടൊപ്പം തന്നെ ചാരിയറ്റ്, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുടെ തിരിച്ചുവരവാണ് കാണിക്കുന്നത്. ഇൻ 23 ഡേയ്സ് 23 ദിവസത്തിനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ ഉറപ്പാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഒത്തിരി പറയാനുണ്ട്. സമയപരിമിതി കാരണം ഇന്ന് വേഗം റീഡിംഗ് എടുത്ത് പോവാണേ. ഈ കാർഡ് ഇൻ 25 ഡേയ്സ് എന്നാണ്. 25 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നിങ്ങൾക്ക് സാധ്യത എന്നാണ് പറയുന്നത്. ആദ്യത്തെ കാർഡ് കണ്ടോ? ആദ്യത്തെ കാർഡ് ടവർ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നൊരു കാര്യം നിങ്ങൾ എന്തിനെയോ ഭയക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളെ നിങ്ങളിന്നും അവോയ്ഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില വ്യക്തികളെ ഭയക്കുന്നു. അവരെ ഒരു കൈയകലെ നിർത്തുക. അവർ നമുക്ക് ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ. അവർ നമുക്ക് പ്രശ്നം മാത്രം ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. അവരെ കൈയകലെ നിർത്തുക. എന്നാൽ അവരെ വെറുപ്പിക്കാനും പാടില്ല. നമുക്ക് ആരോടും ദേഷ്യവും വൈരാഗ്യവും പാടില്ല. ആ വ്യക്തികളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ സാധ്യതയെ കാണുക, നിങ്ങളുടെ പ്രോഗ്രസിനെ കാണുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ഒരു ചേഞ്ച് സംഭവിക്കൂ എന്ന് പറയുകയാണ്. 25 ഡേയ്സിന് കിട്ടിയിട്ടുള്ള ഒരു കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം, വ്യക്തികളുടെ തിരിച്ചുവരവാവാം. ഇവിടെ ചില വ്യക്തികളെ മാറ്റണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങളുടെ ലൈഫ് സേഫ് ആവുള്ളൂ. 8 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് ആണ്. നിങ്ങളുടെ എനർജി തന്നെയാണ്. ഷോർട്ട് കട്ട് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ കാണുവാനായിരിക്കാം. നിങ്ങൾ കോളോ മെസ്സേജോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അത് വേണ്ട. നമുക്ക് അവർ നമ്മളിലേക്ക് വരും. അതിനുള്ള സാധ്യത തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക. എങ്കിൽ നിങ്ങളിലേക്ക് സക്സസ് എന്നാണ്. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഓക്കെ, സൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീഷൻ ആണ്. ആഗ്രഹിച്ച നേട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കുക എന്നാണ്. പോസിറ്റീവ് ഔട്ട്കംസ്, ഗുഡ് ന്യൂസ് എന്നാണ്. പ്രതീക്ഷിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം 25 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ 3 മന്ത്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. അവർക്കുള്ള റീഡിംഗ് ആണ്. ഇവിടെ നിങ്ങളിലേക്ക് ഒരു ചേഞ്ച് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 3 മാസം എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ആ ഒരു സൈക്കിൾ തിരിയാണ്. ബാഡ് കർമ്മ എൻഡ് ആവാണ്. നിങ്ങളും അവരും തമ്മിലുള്ള സെപ്പറേഷൻ മാറുകയാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. തെറ്റ് തിരുത്തിക്കൊണ്ട് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വരികയാണ്.
യൂണിവേഴ്സിൽ മാത്രമാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഹാങ്ഡ് മാനാണ് കിട്ടിയിട്ടുള്ളത്. യൂണിവേഴ്സ് എല്ലാത്തിനും സാക്ഷിയാണ്. ഇവിടെ പോസിറ്റീവായിട്ടുള്ള എനർജിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. 3 മാസ കാലയളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും മുൻപ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തും. പൂർണ്ണമായിട്ടും എത്തും. ഓക്കെ. ആരിലാ വിശ്വസിക്കേണ്ടേ? പ്രപഞ്ചത്തിലാണ് വിശ്വസിക്കേണ്ടേ. ഇന്നത്തെ എനർജി വെച്ചിട്ടാണ് കേട്ടോ ഈ കാർഡ് എടുത്തിട്ടുള്ളത്. ഇവിടെ വെയിറ്റിംഗ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ റെസ്പോൺസിബിലിറ്റീസിനെ കാണിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ അവർക്ക് പൂർത്തീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ കാണിക്കുന്നു. അവർക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മാറി നിൽക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു ജലസ് പാർട്ട്ണറെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി ആവാം. ഇവിടെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ ഒരു ജലസ് പാർട്ട്ണറെ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ്, നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ തോന്നുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് പാർട്ട്ണർ എന്നാണ്, സീക്കിംഗ് കണക്ഷൻ എന്നാണ്. ഒരു ക്ലാരിറ്റി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ പാഷനേറ്റ് സോൾ ആണെന്ന് അവർ തിരിച്ചറിയുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നാണ്. പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് വരണമെന്ന് തന്നെയാണ്. യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. യൂണിവേഴ്സിൽ സറണ്ടർ ആവാൻ പറയാണ്. ഇന്ന് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ അനുയോജ്യമായ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിട്ട് കാണിക്കുന്നു. 3 മാസത്തെ കാലയളവ് കാണിക്കുന്നുണ്ട്. അതിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തും. ഓക്കെ. സമയപരിമിതി കാരണമാണ് കേട്ടോ റീഡിങ് പെട്ടെന്ന് നിർത്തുന്നത്. നാളെ നല്ലൊരു റീഡിംഗ് ആയിട്ട് വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ കറക്റ്റായുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം നിംസ്.